നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒരു വലിയ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് RMS ടൈറ്റാനിക്. 1912 ഏപ്രിൽ 14 അർദ്ധരാത്രി അത്യാഡംബരത്തിന്റെ പ്രതീകമായ ടൈറ്റാനിക് എന്ന കപ്പലിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാനായി നമുക്കും അന്ന് ടൈറ്റാനിക്കിന്റെ ആ യാത്രയിലൂടെ തന്നെ സഞ്ചരിക്കാം. ഏപ്രിൽ 10 ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂയോർക്കിലേക്കാണ് ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര. ഇതിൽ തന്നെ സമൂഹത്തിന്റെ പല മേഖലയിലുള്ളവരും ഇന്ന് യാത്രയ്ക്കായിട്ടുണ്ട്. എല്ലാ ആളുകളും ഒത്തിരി ആകാംക്ഷയോടുകൂടിയാണ് ഈ കപ്പൽ യാത്രയ്ക്കായി ഒരുങ്ങിയിട്ടുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കാനായി അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പമുണ്ട്. അങ്ങനെ ഏകദേശം ഉച്ചയോടുകൂടി കപ്പൽ ഇംഗ്ലണ്ടിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ഇനി നമുക്ക് ടൈറ്റാനിക്കിന്റെ ഉള്ളിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ യാത്രയിൽ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരുള്ളതിനാൽ അവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച സംവിധാനങ്ങൾ ഈ കപ്പലിലുണ്ട്. അതിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം, മികച്ച റെസ്റ്റോറൻറ്റുകൾ, വിക്ടോറിയൻ ശൈലിയിലുള്ള ടർക്കിഷ് ബാത്ത് ഹൗസുകൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്ക് ടൈറ്റാനിക്കിൽ കാണാൻ സാധിക്കും. കപ്പൽ അറ്റ്ലാന്റിക്കിനെ കീറി മുറിച്ചുകൊണ്ട് അതിന്റെ യാത്ര മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. കപ്പലിനുള്ളിൽ തന്നെ പല ആക്ടിവിറ്റീസും അവർ ഒരുക്കിയിരുന്നു. അങ്ങനെ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വിജയകരമായ കപ്പലിന്റെ യാത്ര 3 ദിവസം പിന്നിട്ടു. കപ്പൽ 5 ദിവസത്തിനുള്ളിൽ ന്യൂയോർക്കിൽ എത്തിച്ചേരുമെന്നാണ് എല്ലാവരുടെയും ഏകദേശം ധാരണ. എന്നാൽ കപ്പൽ പുറപ്പെട്ടിട്ട് 4ാമത്തെ ദിവസമായപ്പോഴേക്കും കാര്യങ്ങളുടെ ഗതി മാറിമറിഞ്ഞു. അന്ന് നല്ല മഞ്ഞുവീഴ്ചയുള്ള ദിവസമായിരുന്നു. സമയം ഏകദേശം 11:40. ക്യാപ്റ്റൻ സ്മിത്തിന് ഒരു മെസ്സേജ് ലഭിക്കുന്നു. മഞ്ഞുവീഴ്ചയുള്ളതിനാൽ കപ്പലിന്റെ വേഗത പരമാവധി കുറയ്ക്കുക. എന്നാൽ അത്യാഡംബര കപ്പലായതിനാൽ വേഗതയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായിരുന്നില്ല. ഒരു കപ്പലിന്റെ പരമാവധി വേഗത 23 നോട്ടാണ്. എന്നാൽ അതിന്റെ തൊട്ടു താഴെയുള്ള 22 നോട്ടിലാണ് ഇപ്പോൾ ടൈറ്റാനിക് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 11:45. ടൈറ്റാനിക് അതിന്റെ യാത്ര മുമ്പോട്ടേക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ വലിയ ഭീമാകരമായ മഞ്ഞുകട്ട അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ അതിവേഗതയിലുള്ള കപ്പലായതിനാൽ കപ്പലിന്റെ നിയന്ത്രണം ക്യാപ്റ്റന് നഷ്ടമായി കപ്പൽ മഞ്ഞുമലയിൽ ഇടിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ കപ്പൽ 2ആയി പിളർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കപ്പലിലേക്ക് കടൽവെള്ളം ഇരച്ചു കയറി. ഇതൊന്നും അറിയാതെ പാട്ടും ഡാൻസുമായി ആഘോഷമാക്കുകയായിരുന്നു കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാർ. ഇത്രയും വലിയ സജ്ജീകരണത്തോടു പോയ ഒരു കപ്പൽ പെട്ടെന്നിങ്ങനെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ പരിഭ്രാന്തരാകാൻ തുടങ്ങി. ഇതുപോലെ കപ്പൽ മുങ്ങുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ രക്ഷപ്പെടാനായി ലൈഫ് ബോട്ടുകളാണ് ഉപയോഗിക്കാറ്. പരമാവധി 68 ലൈഫ് ബോട്ടുകൾ ടൈറ്റാനിക്കിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. എന്നാൽ 20 ലൈഫ് ബോട്ടുകൾ മാത്രമേ ടൈറ്റാനിക്കിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം ജീവനക്കാരടക്കം 2234 യാത്രക്കാർ. ഇത്രയും പേർക്ക് സഞ്ചരിക്കാൻ 20 ലൈഫ് ബോട്ടുകൾ മതിയായിരുന്നില്ല. കപ്പൽ പതിയെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ കപ്പൽ മുഴുവനായി മുങ്ങും. അതിനുള്ളിൽ തന്നെ യാത്രക്കാരെ സേഫായി രക്ഷിക്കണം. കിട്ടിയ ലൈഫ് ബോട്ടിൽ പരമാവധി സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തുന്നു. എന്നാൽ ഭൂരിഭാഗം പുരുഷന്മാരും കപ്പൽ ജീവനക്കാരും കപ്പലിൽ തന്നെ നിന്നു. അങ്ങനെ 1500ഓളം യാത്രക്കാർ കപ്പലിൽ തന്നെ നിന്നു. ബാക്കിയുള്ളവർ സേഫായി ലൈഫ് ബോട്ടിലും. അധിക സമയം നീണ്ടുനിന്നില്ല. വെറും 2 മണിക്കൂറും 40 മിനിറ്റും കൊണ്ട് അത്യാഡംബരത്തിന്റെ പ്രതീകമായ പടുകൂറ്റൻ ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരുന്നു. ബാക്കി സുരക്ഷിതരായ യാത്രക്കാരെയും കൊണ്ട് തിരിച്ച് ന്യൂയോർക്കിലേക്ക് എത്തി. എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും നഷ്ടപ്പെട്ടവർക്ക് പിന്നീടുള്ള ജീവിതം വളരെ പ്രയാസമുള്ളതായിരുന്നു. ഇത്രയും അത്യാധുനിക സജ്ജീകരണത്തോടു കൂടിയ ഒരു വലിയ ആഡംബര കപ്പലിന്റെ ഏറ്റവും വലിയ പോരായ്മയാണ് അതിലെ യാത്രക്കാർക്ക് വേണ്ടി അത്യാവശ്യം ലൈഫ് ബോട്ടുകൾ സജ്ജീകരിക്കാതിരുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു ആഡംബര കപ്പൽ മുങ്ങുകയില്ലെന്ന വിശ്വാസമായിരിക്കാം ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണം. എന്നിരുന്നാലും ഈ സംഭവം നടന്ന 100-ലധികം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ടൈറ്റാനിക്കിന്റെ ആ വലിയ ചരിത്ര സ്മാരകം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിയിൽ നിലകൊള്ളുന്നു. ഇത് പുറത്തെടുക്കുന്നത് വളരെ ചിലവേറിയ കാര്യമായതിനാൽ ഇതുവരെയും ആരും അതിന് ശ്രമിച്ചിട്ടില്ല. ടൈറ്റാനിക്കിന്റെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.